ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് പോളിഷിങ് ചെയ്യുന്ന കാര്യം. കാരണം പോളിഷിങ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ പോളിഷിങ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം വരുമോ? അതായത് വാഹനത്തിൽ പോളിഷ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്ന് അറിയാം, കാരണം വാഹനം നല്ല തിളങ്ങിയിരിക്കുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എത്ര പേര് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? നമുക്കിതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് വാഹനത്തിൽ പോളിഷ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? സംഭവമൊന്നുമില്ല. നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിൻ്റെ പുറത്തൊരു ക്ലിയർ കോട്ട്. ഈ ക്ലിയർ കോട്ട് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആ വാഹനത്തിൻ്റെ പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മാറ്റ് ഫിനിഷ് പോലെ ഇരിക്കത്തുള്ളൂ. അതിൻ്റെ പുറത്ത് ക്ലിയറും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല തിളങ്ങി, അതായത് നല്ല ഗ്ലോസി ആയിട്ടിരിക്കും. ഇതാണ് ശരിക്കും കൂടുതൽ നമ്മുടെ ക്ലിയർ കോട്ടിൻ്റെ പരിപാടി. പിന്നെ പെയിൻറ്റിനൊന്നും പെട്ടെന്ന് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഈ ക്ലിയർ കോട്ടിൽ സ്ക്രാച്ച് വരുന്ന സമയത്ത് നമുക്കത് പോളിഷ് ചെയ്ത് കളയാൻ പറ്റും. അതായത് നമ്മൾ പോളിഷ് ചെയ്ത് കളയുക എന്ന് പറയുമ്പോൾ ഈ കട്ട് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ കോട്ടിൻ്റെ പുറത്താണ് വരുന്നത്. അതായത് പെയിൻറ്റിൻ്റെ പുറത്ത് വരുന്നൊരു കോട്ടിങ്ങാണ് ക്ലിയർ കോട്ട് എന്ന് പറയുന്നത്. ഈ ക്ലിയർ കോട്ടിൻ്റെ പുറത്ത് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വരുമ്പോഴാണ് നമ്മളത് പോളിഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോളിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ കോട്ടിൻ്റെ പുറത്ത് വരുന്നൊരു കട്ട്, അതായത് ക്ലിയർ കോട്ടിനെ കട്ട് ചെയ്ത് മിനുസപ്പെടുത്തുക. ഇതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. അതായത് ഒരു പോളിഷിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിൻ്റെ പുറത്ത് വരുന്ന ക്ലിയർ കോട്ടിൻ്റെ പുറത്ത് മിനുസപ്പെടുത്തി എടുക്കുകയാണ്. അതിൻ്റെ പുറത്ത് സ്ക്രാച്ചസോ വല്ലതും ഉണ്ടെങ്കിൽ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ട് അത് റബ്ബ് ചെയ്ത് കളഞ്ഞ്, അതായത് അത്ര പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ പുറത്ത് പോളിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ ഒരുപാട് തവണ, അതായത് ഓരോ മാസം കൂടുന്തോറും അല്ലെങ്കിൽ 2 മാസം കൂടുന്തോറൊക്കെ നമ്മുടെ വാഹനം പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം വരാനുണ്ടോ? ഒന്ന് ചിന്തിക്കാം. ശരിക്കും പോളിഷ് ചെയ്യുന്നതുകൊണ്ട് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നേരം തിളങ്ങി നിൽക്കുമെന്നല്ലാതെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ വാഹനത്തിൻ്റെ കണ്ടീഷൻ പിന്നെയും പഴയതുപോലെ ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇനി നമ്മുടെ പോയിന്റിലോട്ട് വരാം. അതായത് വാഹനത്തിൻ്റെ പോളിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും പോളിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലിയർ കോട്ട് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ക്ലിയറിൻ്റെ പുറത്തുള്ള കോട്ടിങ്ങിന് നമ്മൾ തേച്ച് അതായത് മെഷീൻ പിടിച്ച് അതിനൊരു പോർഷൻ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇത് ചിലർ ചെയ്യുന്നൊരു പ്രോസസ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിലുണ്ടെങ്കിൽ ആദ്യം വാട്ടർ പേപ്പർ ഇട്ട് ഈ ഒരു ക്ലിയർ കോട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും, അതിനുശേഷം പോളിഷ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പെയിൻറ്റിൻ്റെ പുറത്ത് വരുന്ന ക്ലിയർ കോട്ട് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കട്ടായി അവസാനം ഈ ക്ലിയർ കോട്ട് തീർന്ന് നേരെ പെയിൻറ്റിലോട്ട് പിടിക്കും. അവസാനം പിന്നെ ഫുൾ ആ ഭാഗത്തെ പെയിൻറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പോളിഷിങ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. വർഷത്തിൽ ഒന്നൊക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഈ പറയുന്ന ക്ലിയർ കോട്ട് കട്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് പെയിൻറ്റിൻ്റെ ഫെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലത് ഇട്ടേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ ഒരുപാട് ഹാർഡായിട്ട് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യുന്ന പോലെ, നമ്മുടെ ഷൂസൊക്കെ ഒന്ന് പോളിഷ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വിടുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് മെഷീൻ ഇട്ട് കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പിലോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്.